ഒരിക്കലും അത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു മെസ്സേജായി പറയുവാൻ ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല. മറിച്ച് ദൈവത്തിന് ഒരു മെസ്സേജ് എന്റെ ജീവിതത്തിൽ നൽകി. സ്തോത്രം. എന്നാലും ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു അതിന്റെ ഒരു അതിസ്തോത്രം കണക്ഷനാണ് ഈ നിലയിൽ ദൈവം ഇന്ന് രാത്രി എന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദൈവം നൽകിയ ചില ചിന്തകൾ വേദത്തിൽ ഈ പത്രത്തിലൂടെ ഷെയർ ചെയ്ത് അതിസ്തോത്രം ശുശ്രൂഷകൾക്കായിട്ട് സമയത്തെടുക്കുന്നത്. അതിനായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 18-14 ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ഉൽപ്പത്തി പുസ്തകം 18-14 വാക്യം. മതി. സ്തോത്രം. നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു സാധാരണയായി എപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യമാണ് അവിടെ നമുക്ക് വായിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇത് എത്ര പേർക്ക് ഇതിന് മറുപടി പറയാനായിട്ടുണ്ട്? എത്ര പേർക്ക് മറുപടി പറയാനായിട്ടുണ്ട്? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പറഞ്ഞാട്ടെ. കാര്യമുണ്ടോ? കുറച്ച് പറഞ്ഞാട്ടെ. ഇല്ല. അത് നമ്മുടെ അനുഭവമാണ്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞ അതേസമയം ഒരു വാഗ്ദത്ത നിവർത്തിയുടെ ആരംഭമാണ് ഈ ദൈവത്തിന്റെ ആലോചന. വിഗ്രഹാരാധനയിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നതനുസരിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ പേരുണ്ടാകും. ദൂതിങ്ങനെ കിടക്കുക. കുറച്ചു നാളുകൾ അങ്ങോട്ട് പോയപ്പോഴാണ് അതേസോത്രം ദൂതന്മാർ പ്രത്യക്ഷമായി. അതേസോത്രം പ്രത്യക്ഷമായി ദൂതന്മാര് അതേസോത്രം ആ അബ്രഹാമിനെ വിളിച്ച് ദൈവിക വാഗ്ദത്തത്തിന്റെ ഡേറ്റ് കൃത്യമായി പറയുന്ന സമയമാണത്. അബ്രഹാമും ചിരിച്ചു, സാറയും ചിരിച്ചു. എവിടെ ചിരി കണ്ടിട്ട് അതേസോത്രം ദൈവം കൊടുക്കുന്ന ഒരു ദൂതാണ് ഇവിടെ വായിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇന്ന് രാത്രി ഒരു കാര്യം നാം മനസ്സിലാക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തില് ദൈവം നൽകുന്ന ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തങ്ങൾ അതേ വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ ജീവിതത്തിൽ കേൾക്കുന്ന ധാരാളം വാഗ്ദത്തങ്ങൾ. ചിലതിന് ഡേറ്റുകൾ ലഭിക്കുന്നു, ചിലത് ഡേറ്റുകൾ ലഭിച്ചിട്ടില്ല, ചിലത് സ്തോത്രം നടക്കുമോ എന്ന് സംശയിക്കുന്നു, ചിലത് നടന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു മിശ്രിതമായ അനുഭവത്തിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. അബ്രഹാം വാഗ്ദത്തമുണ്ട്. കാലയളവ് എന്നാണ് സംഭവിക്കുന്നതെന്ന് തന്റെ ജീവിതത്തിൽ ഒരു അറിവുമില്ല. മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ കേട്ട് സംശയിച്ച് മടിച്ചു നിൽക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്ന ദൂതാണ്, അബ്രഹാമേ, ഞാൻ ആരാകുന്നുവെന്ന് നീ മനസ്സിലാക്കണം. ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഈ കാണുന്ന സകല ചരാചരങ്ങളെ നിർമ്മിച്ചവനാണ് ഞാൻ. സ്തോത്രം. മനുഷ്യൻ കെട്ടിയ കോട്ടയെ നിമിഷങ്ങൾ കൊണ്ട് തകർത്തവനാണ് ഞാൻ. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് അവനിലൂടെ ഒരു അനുഗ്രഹത്തെ സമൂഹത്തിലേക്ക്, വംശത്തിലേക്ക്, രാജ്യങ്ങളിലേക്ക് കടത്തിവിടുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. യഹോവയുടെ കോട്ടയെ ആരാധന മധ്യത്തിൽ ഇടിച്ചു കളഞ്ഞവനാണ് ഞാൻ. വിഭാഗിച്ചവനാണ് ഞാൻ. യോസഫിന്റെ ദർശനത്തെ പൂർത്തീകരിച്ചവനാണ് ഞാൻ. ആ ദൈവത്തിന്റെ കഴിയാത്ത കാര്യമുണ്ടോ?
പറഞ്ഞ് അവനെ ഉറപ്പിപ്പാനിടയായി. എന്റെ ഈ ചിന്തകൾ എന്റെ ഹൃദയത്തോടെ പോയപ്പോൾ പെട്ടെന്ന് ദൈവത്തിന് ആത്മാവിനെ കണക്ട് ചെയ്ത മറ്റൊരു ഭാഗമുണ്ട്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-35 വാക്യം വായിക്കാമോ? ലൂക്കോസ് 1:34-35. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അടുത്ത വാക്യം കൂടെ. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അടുത്തതുകൂടെ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മതി. രണ്ട് കാര്യം. അതിന് ദൂതൻ എന്താണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇന്നൊരു ചോദ്യമുള്ളത്, സ്തോത്രം, എന്തിനാണ് ഇത്രത്തോളം ആഴത്തിലുള്ള അനോയിന്റിങ് ദൈവജനത്തിന് മേൽ സ്വർഗ്ഗം അയച്ചത്? മറുപടി കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരം, പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവത്തിലിരിക്കുന്ന ജനത്തിന്റെ മേൽ എന്തിനാ പകർന്നെന്നറിയാമോ? ദൈവം കഴിഞ്ഞ നാളുകൾ അറിയിക്കപ്പെട്ട വാഗ്ദത്തങ്ങളെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവജനത്തിലേക്ക്, അത് തലമുറയിലേക്ക്, അത് കുടുംബത്തിലേക്ക്, അത് ആത്മീയ പന്തളത്തിലേക്ക്, അത് ഭൗതിക ജീവിതത്തിലേക്ക്, അത് കുടുംബത്തിന്റെ ഭക്ഷണത്തിലേക്ക്, അത് ദേശത്തേക്ക്, അത് രാജ്യത്തേക്ക് ശക്തി എന്ന് വെച്ചാൽ ഈ ആത്മാവ് വന്നാൽ വെറുതെ പോകത്തില്ല. ആരുടെയെങ്കിലും മേൽ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ടോ അത് ഒരു പർപ്പസോടും അതൊരു ഉദ്ദേശത്തോടും കൂടെയാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ചിന്ത ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മധ്യത്തിൽ നമ്മളിലേക്ക് സ്വർഗം അയക്കുന്നത് കൈയടിച്ച് ദൈവത്തെ ആരാധിപ്പാനാണെന്നൊരു ചിന്തയാണ്. ആത്മാവിറങ്ങിയാൽ ആരാധിക്കും, ആത്മാവിറങ്ങിയാൽ ചലിക്കും, ആത്മാവിറങ്ങിയാൽ സ്തോത്രം ഹല്ലേലൂയ ശരീരത്തെ അത് തിരിച്ചറിയാൻ കഴിയും. ആത്മാവിറങ്ങിയാൽ ശരീരം മാത്രമല്ല ഇരിക്കുന്ന ഇടം കൂടെ കുലുങ്ങും. പക്ഷെ ഇതിനപ്പുറമായ ഒരു പ്രവൃത്തി ആത്മാവിന് ചെയ്തെടുക്കുവാനുണ്ട്. അതെന്തെന്നറിയാമോ? ഇതുവരെ ചലിക്കപ്പെടാത്ത മണ്ഡലങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങി വന്നിട്ട് ജീവനില്ലാത്തതുപോലെ ശബ്ദത്തോടെ കിടക്കുന്ന ചില വാക്യങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ജീവൻ കൊടുത്തുകൊണ്ട് ദൈവിക പദ്ധതികൾ അസാധ്യമായ മണ്ഡലങ്ങളിൽ ചെയ്തെടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇന്നലെ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കട്ടെ. സ്ഥിരമായി ഒരു വ്യക്തി ഇരുന്നിട്ടില്ല. മറിച്ച് അസാധ്യം, ഇതെങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന്റെ മുൻപാകെ അസാധ്യം ആകാത്ത മണ്ഡലങ്ങളെ, അസാധ്യമായ മണ്ഡലത്തെ അസാധ്യത വരുത്തി തീർക്കുന്നതിന് ദൈവം ചെയ്ത പദ്ധതി എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിന്റെ നീഴലിനെ മറിയുടെ ശരീരത്തിലേക്ക് അടുപ്പിച്ചു. സയൻസിന്
പക്ഷെ ഇവിടെ വായിക്കുന്നത് ശക്തി നിന്റെ മേൽ നിഴലിടും. Praise the Lord. Praise the Lord. The highest, the power of the highest shall overshadow you. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ അതിമഹത്തായ ഒരു അനുഭവം ആ ശരീരത്തിലേക്കൊന്നും നീഴലിട്ടു. ആ ശരീരത്തിലേക്കൊന്നും നീഴലിട്ടു. ശക്തി ഇറങ്ങിയില്ല, നീഴൽ തട്ടിയതേ ഉള്ളൂ, നീഴൽ തട്ടിയതേ ഉള്ളൂ. ഇന്ന് രാത്രി നീഴലിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതിമഹത്തായ ശക്തി ഓരോ വ്യക്തിയുടെ ഏറി വന്നിരിക്കുകയാണ്. ദൈവത്തിന് കഴിയാത്തതെന്തെങ്കിലും ഉണ്ടോ? അസാധ്യമായ മണ്ഡലത്തിന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ കാര്യങ്ങൾ ചെയ്യുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിന്റെ നിഴല് തട്ടിയപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, പുരുഷനെ അറിയായിയാൽ ഇത് അസാധ്യമെന്ന് പറഞ്ഞു. പക്ഷേ അസാധ്യ മണ്ഡലങ്ങളെ തിരുത്തി കുറിക്കേണ്ടതിന് ആത്മാവിന്റെ നിഴലിനെ ഒരു ശരീരത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന ദൈവവൈതലേ, എന്റെയും നിന്റെയും മേൽ സ്വർഗമയച്ച പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയുന്നത് എന്തെന്ന് ബുദ്ധിമണ്ഡലത്തിൽ ഗ്രഹിപ്പാൻ കഴിയത്തില്ല. കേട്ടോ, ബുദ്ധിമണ്ഡലത്തിൽ ഗ്രഹിപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ നീ അസാധ്യമാണെന്ന് ചിന്തിച്ച മണ്ഡലത്തിന് നിന്നിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്, നിന്നിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന് അസാധ്യമായ മണ്ഡലങ്ങളെ വെട്ടി, അസാധ്യമായ മണ്ഡലങ്ങളെ വെട്ടി, അസാധ്യമായ താല്പര്യങ്ങളെ വെട്ടി, അസാധ്യമായ പൗരോഹിത്യങ്ങളെ വെട്ടി, അസാധ്യമായ മണ്ഡലത്തെ വെട്ടി, അസാധ്യമായ ആഗ്രഹത്തെ വെട്ടി. ദൈവത്തിന്റെ ആത്മാവ് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യപ്പെട്ട രാത്രിയാണ്. ദൈവത്തെ സ്തുതിക്കുക. ദൈവാത്മാവ്, ഞാൻ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുക, നമ്മുടെ മേലിറക്കിയ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ കൊണ്ട് ആരാധിപ്പിക്കുവാൻ മാത്രമല്ല, ഇവിടെ അല്പസമയമല്ല മണിക്കൂറുകൾ ജമ്പ് ചെയ്ത് നൃത്തം ചെയ്യിക്കുന്നത് മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി. മറിച്ച് നിന്റെ ബുദ്ധി കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത്, നിന്റെ പണം കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത്, നിന്റെ പരിശ്രമം കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് മറ്റേ ജനത്തിന് വേണ്ടി ചെയ്തെടുക്കാൻ സ്വർഗ്ഗമയച്ച പരിശുദ്ധാത്മാവാണ് ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നത്. ആത്മാവ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, നീ വന്നതുപോലെ പോകുമോ? എന്നെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതികളിൽ സ്വർഗ്ഗം ചെയ്യുവാൻ Praise the Lord. Praise the Lord. ആത്മാവ് നിഴലിട്ടു. ഒരു വാക്കുകൂടെ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായി? മനസ്സിലായി? സ്തോത്രം. The Spirit of God moved
upon the face of the water. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് എങ്ങനെയായി മാറി? പാഴും ശൂന്യവും. എന്താണ് പാഴും ശൂന്യമാക്കിയത്? അതിന് മുകളിൽ ഇരുളി ആവരിച്ചു. അതിന് മുകളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനരഹിതമായി തീർന്നു. മനുഷ്യന് പ്രയോജനരഹിതമായ മണ്ഡലം, മനുഷ്യന് വസിപ്പാൻ പറ്റാത്ത മണ്ഡലം. ഒന്ന് വെള്ളം കയറി കിടക്കുന്നു, രണ്ട് ഇരുട്ടി ആവരിച്ചു കിടക്കുന്നു. എങ്ങനെയാണ് ദൈവം അതിനെ ഇന്നത്തെ നമുക്ക് വസിക്കുവാൻ തക്ക മണ്ഡലത്തിലേക്ക് ദൈവം അതിനെ ചെയ്തെടുത്തെന്നാണ് ഇവിടെ വായിക്കുന്നത്. ദൈവം എന്ത് ചെയ്തു? തന്റെ ആത്മാവിനെ വെള്ളത്തിന്റെ മീതെ പരിവർത്തിപ്പാൻ വേണ്ടി അയച്ചു. ആ പദ്ധതി നോക്കിക്കോണം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ മനുഷ്യന് വസിപ്പാൻ യോഗ്യമല്ലാത്ത മണ്ഡലത്തിൽ ആത്മാവ് പ്രവർത്തിപ്പാൻ ദൈവം അനുവദിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അതിൽ പരിവർത്തിച്ചപ്പോൾ, അതിൽ സ്തോത്രം പ്രവർത്തനം ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ സംഭവിച്ചത്, മനുഷ്യന് വസിപ്പാൻ കഴിയാത്തതുപോലെ ഇരുളിലായി ആവരിച്ച മണ്ഡലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ അകറ്റി, വെള്ളത്തെ അകറ്റി. അതാ ദൈവത്തിന് മനുഷ്യന് യോഗ്യമാവണ്ണം ആ ഭൂമിയെ ദൈവം മാറ്റുവാനിടയായി. ഒന്നുകൂടെ പറയാം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് അയച്ച അത് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ മുമ്പേ വായിച്ചു. ഒന്ന്, അസാധ്യമായ മണ്ഡലങ്ങളെ ദൈവം സാധ്യമാക്കി മാറ്റുന്നു. രണ്ട്, ഇരുട്ടു വസിച്ച് സ്തോത്രം ഇരുട്ടിനെ കയറ്റിവിട്ട് അന്ധകാര ശക്തിയാൽ മൂടപ്പെട്ട മണ്ഡലങ്ങൾ, അത് കുടുംബമായാലും, അത് വ്യക്തി ജീവിതമായാലും, അത് ജോലി മണ്ഡലമായാലും, അത് കുടുംബ പശ്ചാത്തലമായാലും, ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ പറയുന്നത് ആ ഇരുട്ടിനെ മാറ്റുവാൻ, അന്ധകാരത്തെ മാറ്റുവാൻ, ഇതിന്റെ യാതൊരു ശക്തിയെ മാറ്റുവാൻ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്റെ കരത്തിന്റെ മധ്യത്തിൽ സ്വർഗ്ഗമയപ്പാനിടയായി. ഈ ആത്മാവ് പ്രാപിച്ചെടുത്ത ദൈവത്തിന്റെ വൈദ്യനെ സംബന്ധിച്ച് രാത്രി ഓർപ്പിക്കുന്നത്, ഇരുട്ടുമൂടി മുമ്പോട്ടുള്ള വഴികളെ തടഞ്ഞ് ജീവിതത്തിൽ യോഗ്യമാക്കുവാൻ പറ്റാത്ത മണ്ഡലങ്ങളെ കൊണ്ടുവന്ന്, ആത്മീയ മണ്ഡലമാകട്ടെ, തലമുറയുടെ നന്മയാകട്ടെ, അതേ സ്വന്തം ഭൗതിക മണ്ഡലമാകട്ടെ, ശുശ്രൂഷ മണ്ഡലമാകട്ടെ, അതിനെ പിടിച്ചടക്കി വാഴിയ ഇരുട്ടിന്റെ ശക്തികളെയാണ് ദൈവത്തിന്റെ ജനം ആത്മാവിൽ ആരാധിച്ചപ്പോ, ദൈവത്തിന്റെ ജനം ആത്മാവിൽ ആരാധിച്ചപ്പോ ഇന്നലെ സ്വർഗ്ഗം അതിനെ പൊട്ടിച്ചു കളഞ്ഞത്. ഈ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. സ്തോത്രം. നമുക്ക് വന്നിരുന്ന് കൈയൊന്ന് തട്ടി രണ്ട് പാട്ട് പ്രൊജക്ടറിൽ കണ്ടുപാടി എഴുന്നേറ്റ് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇവിടെ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്ത്, ഹല്ലേലൂയ, ആത്മാവിന്റെ ആരാധന ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ വേണ്ടി ഒരു വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലിന് വേണ്ടി, നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവീയ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ഇന്ന് രാത്രി ആത്മാവിന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ആരാധിക്കുന്ന ദൈവത്തിന്റെ വഴിയെ നിന്റെ തലമുറയുടെ ഇരുട്ട്, നിന്റെ ഭവനത്തിന്റെ ഇരുട്ട്, നിന്റെ ദേശത്തിന്റെ ഇരുട്ട്, നീ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധതയെ അതിനെ അഴിച്ചു മാറ്റുകയാണ്. വേദ
വേണ്ടിയിട്ടാണ് ആരാധന മധ്യത്തിൽ അഴിഞ്ഞു മാറുന്നത്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് വെറുതെ വന്ന് നോക്കിയിരുന്നാൽ ഒന്നും പ്രഭിക്കാൻ കഴിയത്തില്ല. വചനത്തിൽ നമ്മളൊരു ഭാഗം വായിക്കുന്നുണ്ട്, പലപ്പോഴും വായിച്ചുള്ള ഭാഗമാണ്, എടുത്ത് വായിക്കുന്നില്ല. അവരെ പോലെ നാമം സ്തോത്രം സത്വർത്തമാനം കേട്ടവരാണെങ്കിലും കേട്ട വചനത്തിൽ വിശ്വസിപ്പാൻ കഴിയാത്തത് കൊണ്ട് അതേ സ്തോത്രം കേട്ടത് ഉപകാരമായി തീർന്നില്ല. ആയിരിക്കും ഉപകാരമായി തീരുന്നത്? ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുമ്പോൾ അത് എന്നോടുള്ളതാ, അത് എനിക്കുള്ളതുകൂടാ, അത് എന്റെ കുടുംബത്തിനുള്ളതുകൂടാ, അതിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതുകൂടാ എന്ന് നീ അതിനെ ഏറ്റെടുത്ത് ആത്മാവിന്റെ ശക്തിയോട് അതിനെ റിസീവ് ചെയ്യുമ്പോ ആ ഏറ്റെടുക്കുന്ന ആത്മാവിന്റെ ശക്തിയാ അല്ലെങ്കിൽ കേട്ടപ്പെട്ട മണ്ഡലത്തിലുള്ള വചനത്തിന്റെ ശക്തിയെ ഇരുട്ടിന്റെ പാതാള ശക്തിയെ ഉപവാസത്തിനകത്ത് സംഭവിക്കുന്നത്. അത് ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് വെറുതെ ഇരുന്ന് എഴുന്നേറ്റ് പോയാൽ ഒരു വിടുതലും സംഭവിക്കത്തില്ല. 21 ഇരുന്നാലും 40 ഇരുന്നാലും ഇനി എവിടെല്ലാം ഉപവാസം നടക്കുന്നു അവിടെല്ലാം പോയി ഇരുന്ന് കൊടുത്തത് കൊണ്ട് ജീവിതത്തിൽ പ്രയോജനമില്ല. കേൾക്കുന്ന ദൈവശബ്ദം റിസീവ് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രാത്രി വചനം പറയുന്നു, ഇരുളിന്റെ ശക്തികൾ നീ ഏറ്റെടുക്കുന്ന മണ്ഡലങ്ങളിൽ, നീ ആരാധിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ അത് സ്വർഗം അയച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അതേ സ്വന്തം വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എവിടെയെല്ലാം ആത്മാവ് പരിവർത്തിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാനായി അവസരം വിട്ടുകൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ചില ശുശ്രൂഷകൾ ചെയ്തെടുത്തിട്ടുണ്ട്, ചില വിടുതലുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ പൈതലേ, നീ വന്നതുപോലെ നിലനിൽക്കുന്നത്, നീ വന്നതുപോലെ നിലനിൽക്കുന്നത്, ഇതുപോലെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത മണ്ഡലമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ സമയമാണ്, നിന്റെ പരമ്പരയുടെ വിടുതലിന്റെ ദിവസമാണ്. നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി ചെയ്തതാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ചെയ്തത് ഏറ്റെടുത്ത് ആരാധിച്ചത് ദൈവത്തിന്റെ
എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എത്ര പേർക്ക് മർമ്മം മനസ്സിലായി? എത്ര പേർക്ക് മർമ്മം മനസ്സിലായി? അവർ ദൈവത്തിൽ ഒരു പ്രാവശ്യം മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. അതേതാണ്? ഏതാണ്? പരിശുദ്ധാത്മാവിൽ സംശയമുള്ള കാര്യമില്ലല്ലേ? ഒരു പ്രാവശ്യം കൂടെ വിശ്വസിക്കുന്ന കരമെടുത്തവർ സ്വതന്ത്രം ചെയ്യാതെ. എന്തിനാണ് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ സ്വർഗം അയച്ചത്? പഴയ നിയമത്തിന്റെ തത്വം പുതിയ നിയമത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു. 3 കാര്യങ്ങൾ. 1, നാം ചോദിക്കുന്നത് എന്തോ അത് തരേണ്ടതിന് നമ്മിൽ അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊണ്ട് നിറച്ചു. ദൈവത്തിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച ദൈവമല്ലേ, നിന്റെ വിഷയത്തിന് മേൽ മറുപടി ലഭിച്ചുവെന്ന് ഇവിടെ ഓരോ വിഷയത്തിന് നടുവിലും ദൈവത്തിന്റെ ആത്മാവ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമല്ല നീ വിശ്വസിക്കേണ്ടത്. നിന്റെ മേൽ അധികാരത്തിന്റെ ഒരു ശക്തി പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നീ വിശ്വസിക്കണം. നീ മുഴങ്ങാൻ പഠിക്കിയ വിഷയത്തിന് മേൽ സ്വർഗത്തിന്റെ അപ്പത്തിന്റെ മറുപടി ലഭിച്ചു. ചിന്തിക്കുന്നത് ഞങ്ങളൊത്തിരി ആരാധിച്ചു, ഞങ്ങളൊത്തിരി അന്യഭാഷ പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചില്ലല്ലോ. ഇന്ന് രാത്രിയില് ദൈവത്തിന് ആത്മാവിന് പറവാനുള്ളത്, നിന്റെ മേലെ അധികാരത്തിന്റെ ഒരു ആത്മാവിന്റെ ശക്തിയെ സ്വർഗം അയച്ചുവെങ്കിൽ ഇന്ന് രാത്രി നീ റെക്കഗ്നൈസ് ചെയ്യണം. ഇതിനകത്ത് നീ തിരിച്ചറിയണം. നീ ചോദിച്ച വിഷയം സ്വർഗത്തിന്റെ അപ്പത്തിന് മുമ്പിൽ വെച്ചിരിക്കുകയാ. നീ ചോദിച്ച വിഷയത്തിന് സ്വർഗത്തിന് അവന്റെ കടത്തിലേക്ക് വേണ്ടിയിരിക്കുകയാണ്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ അയച്ചത്. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചത്, വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചത്, വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചത്. നിന്റെ മേലിറങ്ങിയെങ്കിൽ വചനം വിളിച്ചു പറയുന്നു, നീ ചോദിച്ച കാര്യത്തിന്റെ മേൽ സ്വർഗം മറുപടി അയച്ചു എന്നുള്ളത്. വിശ്വസിച്ചിട്ട് ഈ അവസാന രാത്രി എഴുന്നേൽക്കാവൂ. നീ വിശ്വസിച്ചിട്ട് രാത്രി എഴുന്നേൽക്കാവൂ. ഉപവാസം കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞങ്ങളോ ജീവിതത്തിലൊന്നും ലഭിച്ചില്ലെന്നുള്ള സംശയം നിന്റെ ഉള്ളിൽ വരാതിരിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറഞ്ഞു ലയിക്കുന്ന ഒരു ശുശ്രൂഷയാ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ ഒരു ശക്തി ഇറങ്ങിയെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഒരു ശക്തി ഇറങ്ങിയെങ്കിൽ, നിന്റെ ജീവിത പങ്കാളികളുടെ ഒരു ശക്തി ഇറങ്ങിയെങ്കിൽ, നീ ചോദിച്ച വിഷയം ഇത് സ്വർഗ്ഗം മുദ്രവച്ചിരിക്കുകയാണ്. വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന, ചിലർ വീട്ടിൽ കുറിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമതൊരു മണ്ഡലമുണ്ട്, ഹൃദയത്തിനകത്ത് നനച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, പ്രാർത്ഥിപ്പാനൊക്കെ കഴിയും.
പോകുന്നില്ല. രാത്രി വചനത്തിന് പറയാനുള്ളത്, ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത്, ആത്മാവ് നിഴലിട്ടപ്പോൾ അത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് അല്ലെങ്കിൽ സ്തോത്രം ചില പ്രക്രിയ അതിനകത്ത് നടത്തി പുത്രോത്പാദനത്തിന് അത് ശേഷി ഉളവാക്കിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വ്യാപരിച്ച ആത്മാവ് നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹങ്ങളെ ആത്മാവ് പറിച്ചെടുത്ത് അത് സ്വർഗ്ഗത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ വിഷയം വാവച്ച് ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാത്ത ചില മണ്ഡലത്തിലും യഹോവയുടെ കാര്യത്തിന് അനുകൂലമായിട്ടുണ്ട്. അതിന് തെളിവാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളായി തന്റെ ജനത്തിന് മേൽ സ്വർഗ്ഗം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ ആരാധിച്ചു എന്നുള്ളൊരു തെളിവല്ല. ഇത് വെറുതെ അല്ലെങ്കിൽ ഭൂമസിദ്ധകളുടെ മേൽ പകർന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല. ആത്മാവ് ഇറങ്ങിയെടുത്തല്ല ചില പ്രക്രിയ നടത്തിയിട്ടുണ്ട്. ആത്മാവ് ഇറങ്ങിയിട്ടല്ല ആ സാധ്യമായ മണ്ഡലങ്ങളെ ആത്മാവിനെ സാധ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ആളുകളുടെ ശക്തിയെ ആത്മാവ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്ന് ആ സാധ്യമായ മണ്ഡലങ്ങൾ ആത്മാവ് ഇറങ്ങുകയാ. Yes. Praise the Lord. Praise the Lord. Praise the Lord. രണ്ട് മണ്ഡലം ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത്, ഒന്ന് നീ പ്രാർത്ഥിച്ച വിഷയം, രണ്ട് നിന്റെ ആത്മാവിൽ നീ ചിന്തിച്ച് പല മണ്ഡലങ്ങളിൽ വണ്ടി ഓടിച്ചപ്പോൾ നീ ചിന്തിച്ചു, അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ മടങ്ങി വന്നപ്പോൾ ചിന്തിച്ചു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വചനം കേട്ടപ്പോൾ നീ വിശ്വസിച്ചു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രാർത്ഥിപ്പാൻ ഭക്തിയെ പറ്റി നിന്റെ ഹൃദയത്തിന്റെ ഞാനാക്കം ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥനയായിട്ട് എടുത്ത് അത് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നു. അതിനകത്തേക്ക് അഗ്നി അയച്ച് നിന്നിലേക്ക് വചനം പറയുന്നത്, ഒന്ന് ചോദിച്ചത്, രണ്ട് നിനച്ചത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ചോദിച്ചതിലും നിനച്ചതിലും. മനസ്സിലായോ? മനസ്സിലായോ? നീ ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. നീ ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അയ്യോ, ഒരുത്തിന്റെ ഹൃദയത്തിൽ ചിന്തിക്കാത്തത്, ഒരുത്തിന്റെ കാര്യങ്ങളിൽ കേൾക്കാത്തത്, എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മാത്രം നിന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ചില പദ്ധതികൾ നീ ആരാധിച്ചതില്ല, ആത്മാവ് ഇറങ്ങി വന്നതില്ല, സ്വർഗ്ഗവിധ ചെയ്യുന്നില്ല. Yes. Praise the Lord. Praise the Lord. അതാ വചനം പറയുന്നേ. ഒന്ന് നീ ചോദിച്ചു, രണ്ടു നീ നിനച്ചു. ഇനി ഒരുത്തന്റെയും ഹൃദയത്തിനകത്ത് ഇതുവരെ തോന്നിച്ചിട്ടില്ലാത്ത, യഹോവയുടെ ഹൃദയത്തിനകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില പദ്ധതികൾ തന്റെ ജനത്തിന്റെ നന്മയ്ക്കായി ആത്മമണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലങ്ങളിലും ദൈവത്തെ ആരാധിച്ച് അഭിഷേകത്തിൽ നിറവിലുള്ള ദൈവവേദനയെ നിന്റെ ജീവിതത്തിൽ സ്വർഗ്ഗം ചെയ്യുകയാ. Praise the Lord. Praise the Lord. Praise the Lord. അതാ വചനം പറയുന്നത്. ചോദിച്ചത് നിനച്ചത് അതിലും അത്യന്തപരമായി. ഇതിനകത്ത് വിശ്വാസമുണ്ടോ? നീ ആരാധിക്കുക മാത്രമല്ല, നീ എഴുതി വെച്ച വിശുദ്ധം കരഞ്ഞിട്ടിരിക്കുക. ഇന്ന് രാത്രി പകൽക്കാലം നാം കേട്ടു, എസ്തരേ നീ ഉപവസിക്കുന്നത് കൊണ്ട്, മൊർദെഖായിയെ നീ
നിനക്കെതിരെ എഴുതി വെച്ചിരിക്കുന്ന രേഖകളെ ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗം അതിനെ തിരുത്തി എഴുതുന്ന നാളുകളാണ്. വിശ്വസിച്ചേ മതിയാകുള്ളൂ. Praise the Lord. Praise the Lord. ഒരു വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. Praise God. സ്തോത്രം. സക്കറിയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചാൽ, അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ. മനസ്സിലായോ? മനസ്സിലായോ? പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് വ്യാപരിക്കുന്നിടത്ത് വചനത്തിന്റെ പൊരുളുകൾ തെളിഞ്ഞു വരും. ഹല്ലേലൂയ. മനസ്സിലായ ദൈവം ഒരു പ്രാവശ്യം കരമൊന്ന് കർത്താവ് സ്തോത്രം ചെയ്യട്ടെ. എങ്ങനെ പണി നടക്കും? എങ്ങനെ മല നീങ്ങും? എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ചാവലാതിയോട് നിൽക്കുന്ന സെരുബ്ബാബേലിനോട് യഹോവയ്ക്കൊരു ദൂത് പറയാനുണ്ട്. സെരുബ്ബാബേലേ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറിപ്പോകുന്നത്. നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറിപ്പോകുന്നത് നിന്നിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ്. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തി ഇറങ്ങട്ടെ. ആ ശക്തി ഇറങ്ങട്ടെ. നിന്റെ മനോഹരമായ വിഷയത്തിന്റെ മേല, ആ രോഗത്തിന്റെ മേല, ആ പ്രശ്നത്തിന്റെ
മാറ്റുകയാണ്. നീ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന മല ഏതായാലും, നിയമം ഏതായാലും, അതിനെതിരെ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തി ഏതായാലും, ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി പറയാനുള്ളത്, ആത്മാവ് ഇറങ്ങിയെടുത്തല്ല, അതിന്റെ അടിത്തറ വെട്ടിക്കൊണ്ട്, അതിന്റെ അടിത്തറ വെട്ടിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി വഴി സ്വർഗം തെളിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി അനുഭവിച്ച ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ ഉപവാസം കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോ നിന്റെ ഉള്ളിരംഗത്തൊരു നിശ്ചയത്തോടുകൂടെ വേണമില്ല. ആ മല നീങ്ങി, ദൈവസഭയുടെ പണിക്കെതിരായിരുന്ന പോരഴിഞ്ഞു മാറി, നിന്റെ ശുശ്രൂഷയുടെ മുമ്പിലുള്ള ആ വലിയ തടസ്സം എഴുതി മാറി. നിന്റെ ഭാവിയെ കെട്ടിയ അതിന്റെ മുമ്പിൽ തടസ്സം വന്നിരുന്ന അതിനെ എന്റെ സ്വർഗം വേറെ പിടിച്ചെടുത്തു. നിന്റെ തടസ്സത്തിനെതിരെ വ്യാപരിച്ചിരുന്ന അന്ധകാര ശക്തിയെ സ്വർഗത്തിന് അതിനെ അഴിച്ചു മാറ്റി. നീ വിശ്വസിച്ചേ മതിയാകുള്ളൂ, നീ വിശ്വസിച്ചേ മതിയാകുള്ളൂ. ആത്മാവ് ഇറങ്ങിയെടുത്തല്ല, പണിയാനുള്ള പണി ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. രാത്രിയില് വചനത്തിന് വരവാനുള്ള ചോദ്യം, യഹോവയ്ക്ക് കഴിയാത്തത് വല്ല കഴിയുന്നുണ്ട്? എത്ര പേർക്ക് അതിന് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഒരു വാക്യമുണ്ട്, ജനം ദൈവത്തെ ആരാധിച്ചപ്പോ ദൈവം ഇടയിൽ ഇറങ്ങി. എങ്ങനെയെന്നറിയാമോ? ഒരു വീരനെ പോലെ ഇറങ്ങി. എങ്ങനെയെന്നറിയാമോ? ഒരു യോദ്ധാവിനെ പോലെ ഇറങ്ങി. ദൈവജനമാത്മാവിന്റെ ദൈവത്തെ ആരാധിച്ചപ്പോ ദൈവം ഇറങ്ങിയത് എങ്ങനെയെന്നറിയാമോ? ഒരു വീരനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, എനിക്ക് നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ ഇറങ്ങി വന്നപ്പോ സൈന്യത്തെ വെട്ടേണ്ടതിന്, അധികാരത്തെ വെട്ടേണ്ടതിന്, ദുഷ്ടന്റെ കോടികളെ വെട്ടേണ്ടതിന്, വഴികൾ യോദ്ധാവിനെ പോലെ ഇറങ്ങിയിരിക്കുകയാണ്. അത് വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ, അത് വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. രാത്രിയില് അതുകൊണ്ട് ദൈവത്തിന് വന്ന് ചോദിക്കുന്നത്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നീ വിശ്വസിക്കണം. ആത്മാവ് ഇറങ്ങി വന്നെങ്കിൽ, ആത്മാവിന് നൃത്തം ചെയ്തെങ്കിൽ, നിന്റെ ശരീരത്തെ ആത്മാവിന് വസിപ്പാൻ വിട്ടുകൊടുത്തെങ്കിൽ, നിന്റെ വായ തുറന്ന് ആത്മാവിനെ മനസ്സിൽ സ്വീകരിച്ചെങ്കിൽ, ആത്മപ്രവൃത്തിക്ക് വേണ്ടി നിന്റെ കരങ്ങളെ ചലിപ്പിച്ചെങ്കിൽ, രാത്രി വചനം പറയുന്നു, വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്, വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്, വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. Praise God. Yes. 42-ന്റെ 13 വായിച്ചോട് വായിച്ചാട്ടെ. 13-ാമത്തെ വാക്യം. യെസ്. വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ വീരനെ ജ്വലിപ്പിക്കും, അവൻ ആർത്തുവിളിക്കും, അവൻ ഉച്ചത്തിലാർക്കും, അവന്റെ ശത്രുക്കളുടെ വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം ഇല്ലാതെയിരുന്നു. യെസ്, അതിൽ 43-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഭാഗമുണ്ട്. യെസ്, 43-ന്റെ 5-ാമത്തെ വാക്യം. യെസ്, 43-ന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. അടുത്തത്, ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. നോക്കണേ, ദൈവത്തിന് ആത്മാവ് ഇറങ്ങുന്നിടത്ത് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ്. അതിന് 5-ാം വാക്യത്തിൽ വായിച്ചത്, ഞാൻ നിന്റെ സന്തതിയെ എന്ന് വെച്ചാൽ ആത്മീയ സന്തതിയെ, നിന്റെ ഭൗതിക സന്തതിയെ, നിന്റെ ജീവിതത്തിൽ അടുത്ത ഒരു ജനറേഷനിലേക്ക് പോകേണ്ട നന്മ എന്ന സന്തതിയെ തടുത്തു വെക്കുന്ന ദിക്കിന്റെ ശക്തിയോട് ആത്മാവിൽ ആരാധിച്ച് ജനത്തിന് വേണ്ടി സ്വർഗ്ഗം അരുളി ചെയ്യും. വിട്ടുകൊടുക്കുക, വിട്ടു തരിക. വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടോ? ദൈവസേനത്തെ എല്ലാവരും ചില ഒന്നിച്ച്
ദൈവത്തെ ആരാധിപ്പാൻ പോവുകയാണ്. ചിലപ്പോൾ ഒന്നിച്ചു ദൈവത്തെ ആരാധിപ്പാൻ പോവുകയാണ്. ആത്മാവിറങ്ങിയിട്ടെല്ലാം ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള ചെയ്തിട്ടേ മാറിയിട്ടുള്ളൂ. ഇന്ന് രാത്രിയിൽ ചിലവരുടെ ഒന്നിച്ച് കർത്താവിനോട് ആരാധിപ്പാൻ പോകുന്നു. ഇതുവരെ ജീവിതത്തിൽ വ്യക്തമായ ഒരു വിടുതൽ സംഭവിച്ചുവെന്ന് നിനക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ചിലവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നൽകുകയാണ്. നീ ആരാധിക്കുമ്പോൾ നിന്നെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ നിന്റെ മേൽ വ്യാപരിച്ച് വിടുതൽ നൽകുകയാ. നീ മനസ്സിൽ ആഗ്രഹിച്ച വിഷയത്തിന് മേൽ ദൈവഹിതപ്രകാരം അത് സംഭവിക്കുകയാ. എന്റെ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്തുമായി കൊള്ളട്ടെ, അതിന്മേൽ യഹോവയുടെ കരം നീ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വഹിച്ചപ്പോൾ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇവിടെ ഇറക്കുകയാ. എന്നെ ഒന്നിച്ച് ചോദിപ്പാൻ പോകുന്നത് ദിക്കിനോട് നിനക്ക് ഇനി പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. സ്വതന്ത്രം ദിക്കിനോട് പറയാൻ പോകുന്നു, നിനക്ക് ഇനി തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. ദേശത്തെ അല്ലെങ്കിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ തടയുവാൻ ദേശാധിപതിയുടെ ശക്തിയെ നിനക്ക് ഇനി കഴിയയില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?